तीन लोग साथ आपने 949. നിങ്ങൾ ഈ കണ്ടതാണ് ഗുജറാത്തി താലി. ഇത് ഗോർധൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് ഈ താലി കിട്ടുക. ഗോർധൻ മാത്രമല്ല, ഗോർധൻ പോലത്തെ ഒരുപാട് ഇതേപോലെ താലികൾ സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഗോർധൻ താലി റെസ്റ്റോറൻറ്റിലാണ്. ഒരു അടിപൊളിയാണ്, നല്ല ഒരു ആംബിയൻസ് ആണ് അതിൻ്റെ അകത്ത്. പ്ലേറ്റൊക്കെ ഉണ്ടല്ലേ, ചെമ്പിലുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ആദ്യം നിങ്ങൾ കണ്ട വിഷ്വല് വേറൊരു ഇസ്കോൺ താലി എന്ന് പറഞ്ഞിട്ട് അത് വേറൊരു റെസ്റ്റോറൻറ്റാണ്. കണ്ടില്ലേ, ഇതാദ്യം നമുക്കൊരു സ്വീറ്റ് വന്നു. ഇതൊരു എന്താ പറയുക, അതിൻ്റെ അകത്ത് ഇങ്ങനെ നല്ല ഫില്ലിങ്, മധുരം ഫില്ലിങ്, ഒരു ഫുൾ സ്വീറ്റായിട്ടുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ടുള്ളൊരു ഫില്ലിങ്ങാണ്. അത് കഴിയുമ്പോൾ ഇതും മധുരമാണ്, ഫുൾ ക്രീമായിട്ടുള്ള ഒരു നല്ല രസകരമായിട്ടുള്ള, അതെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അത് കഴിയുമ്പോൾ ഈ പാനിപൂരി, ബേൽപൂരി, അങ്ങനത്തെ രീതിയിലുള്ളൊരു സാധനം. അത് കഴിഞ്ഞാൽ പനീർ വന്നു, അത് കഴിഞ്ഞാൽ ചെന്ന വന്നു, അത് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറി വന്നു, അത് കഴിഞ്ഞാൽ ബിണ്ടി നമ്മുടെ വെണ്ടയ്ക്ക വന്നു. അങ്ങനെ അത് കഴിഞ്ഞാൽ ഒരു റോള് കണ്ടോ, റോളിൻ്റെ പീസ്. മറ്റത് കണ്ടില്ലേ, സ്ക്വയർ, അത് ഇഡ്ഡലിയാണ്. പക്ഷേ ഇവിടുത്തെ നാട്ടുകാർ ഇതിന് പറയുന്നത് ഡോക്ല എന്നാണ്. ഡോക്ല. ഞാൻ ഇഡ്ഡലിയാണെന്ന് വിചാരിച്ചതാണ്. സത്യത്തിൽ റീഖയാണ് പറഞ്ഞത് ഡോക്ലയാണത്രേ. സത്യത്തിൽ ഇഡ്ഡലിയെ സ്ക്വയർ ടൈപ്പിലാക്കി വെച്ചിരിക്കുന്ന ഒരു ഡോക്ല. പിന്നെ ആ റോളും ഒക്കെ നല്ലതായിരുന്നു. എല്ലാം ഫുൾ വെജാണ്. കണ്ടില്ലേ, ഞാൻ ഈ ഡോക്ല എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ ഇഡ്ഡലീനെ അതിൽ വേറെ എന്തൊക്കെയോ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ തമാശയ്ക്ക് പറഞ്ഞേ ഉള്ളൂ. പക്ഷേ എന്നാലും എല്ലാം മൊത്തത്തിൽ കൊള്ളാം. ചപ്പാത്തി വന്നു, ചപ്പാത്തിയും പൊളിയായിരുന്നു. ഈ ചപ്പാത്തിയും അടിപൊളിയാണ്, എല്ലാം അടിപൊളി. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, സംഭവം കിടു. ചെറിയ പൂരി, സൂപ്പർ. ഇതാണ് റൈസ്. ഗീ 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 ആ ഗീ വരും. പരിപ്പ്, ലസ്സി ലസ്സി, ആ മോര്. ശരിക്കും ഈ പരിപ്പിനൊക്കെ നല്ല മധുരമാണ്. ഇവിടെ ഒരു പ്രത്യേക സൈൻ ലാംഗ്വേജ് ഉണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തിരക്കായതുകൊണ്ട് ഇവർ വിളിക്കുന്നതെല്ലാം ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ആക്ഷൻ കാണിക്കും കൈകൊണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഐറ്റത്തിനും ഓരോ സൈൻ ലാംഗ്വേജ് ഉണ്ട്. ചട്നി, ഇദ്ദേഹം പറയണ എല്ലാം ക്ലിയർ ആയിട്ടില്ല എനിക്ക്. കുറേ സാധനങ്ങൾ ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഇത് അവര് തന്നെ മനസ്സിലാക്കി നമുക്ക് തന്നോളൂ. ചപ്പാത്തി ഉണ്ട്, ദാലുണ്ട്, പിന്നെ മറ്റേ നമ്മുടെ പപ്പടുണ്ട്, പൂരി ഉണ്ട്, അങ്ങനെ ഓരോന്നിനും ഓരോരോ ഐറ്റംസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് കൈ കഴുകുന്നത്. അങ്ങനെ രസകരമായിട്ടുള്ള കുറേ സൈൻ ലാംഗ്വേജുകളും ഒക്കെയുള്ള ഒരു നല്ല സ്ഥലമാണ്. അങ്ങനെ കൈ കഴുകി കോളാമ്പി പോലത്തെ ഒരു പാത്രമൊക്കെ തരും. പക്ഷെ ഞാൻ അതിലൊന്നും കഴുകിയില്ല, നേരെ പോയി കൈ കഴുകി. അങ്ങനെ ഇവിടുത്തെ വില എന്ന് പറയുന്നത് അഡൾട്ടിന് 400-ഉം കുട്ടികൾക്ക് 300-ഉമാണ്. അപ്പോൾ 1200 രൂപയും ഞങ്ങൾക്ക് മൊത്തത്തിൽ. സംഭവം കൊള്ളാം. എന്താണെങ്കിലും ഗുജറാത്തിൽ പോകുമ്പോൾ ട്രൈ ചെയ്യണം.